നമസ്കാരം. AC വിനൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. സ്വാഗതം തിരുമേനി. സ്വാഗതം. കേരളത്തിന് 60 വയസ്സ്, തിരുമേനിക്ക് വയസ്സ് 100. അപ്പോൾ കേരളത്തെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി. കേരളത്തെ മനസ്സിലാക്കിയിട്ട് എന്ത് തോന്നുന്നു തിരുമേനിക്ക് ഇത്രയും കാലത്തിനുള്ളിൽ? ഞങ്ങളുടെ അവിടെ ഒരുത്തനുണ്ട്, എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ളതാണ്. പക്ഷെ അവന് വിദ്യാഭ്യാസവുമില്ല, സ്വബോധവുമില്ല. അതുകൊണ്ട് നേരത്തെ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കാര്യവുമില്ല. അല്ലെ, എന്നാലും കേരളത്തെ നന്നായി മനസ്സിലാക്കിയില്ലേ? കേരളത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം തിരുമേനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതാണ് ഈ ചില ആളുകൾക്ക് കണ്ടാലും മനസ്സിലാകുക. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ട് കുറച്ചൊക്കെ. ഇപ്പം മനുഷ്യനെ കണ്ടാൽ മനുഷ്യനാണെന്നറിയാം. എന്നാൽ അവൻ നല്ലവനാണോ തിരികെയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. വന്നത് എന്നെ ചതിക്കാനാണോ സ്നേഹിക്കാനാണോ എന്നും അറിയാൻ വയ്യ. എന്നാലും നമുക്ക് ഈ കേരളത്തിലുണ്ടായ മാറ്റം നല്ല മാറ്റമാണോ? നല്ല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തികമായി കേരളം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് വലിയ വീടുകളും മറ്റതൊക്കെ സാധാരണ വീടുകളെ ഉണ്ടായിരുന്നു, വലിയ പണക്കാർ. എന്നാൽ സ്നേഹവും കരുതലും കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. മുൻപ് സാധുവായ മനുഷ്യന് പട്ടിണി കിടക്കേണ്ടി വരും. എൻ്റെ ഗ്രാമത്തിൽ പട്ടിണി കിടക്കുന്ന ആരുമില്ലായിരുന്നു. ഒരു ദിവസം 1 മീലും കിട്ടില്ല, 3 മീൽ കിട്ടുന്നവരില്ലായിരുന്നു. ചെയ്യും. ഇപ്പോൾ 1 മൂട് കപ്പ വരച്ചാൽ കേസിനൊന്നും പോത്തില്ല. ഇപ്പോൾ അങ്ങനെയല്ല. മുമ്പ് 1 മൂട് കപ്പ വരച്ചാൽ അന്ന് ചാക്കോ ആയിരിക്കും എന്ന് പറയുമെന്നല്ലാതെ ചാക്കോയോട് ചോദിക്കുകയൊന്നുമില്ല. ഇപ്പോൾ വ്യക്തിത്വം നഷ്ടപ്പെട്ടു, എന്നാൽ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മുൻപ് അവന് ആകെ 1 മുണ്ടേ കാണുണ്ടായിരുന്നു. ഇപ്പോൾ അവന് 3 ഉണ്ട്. അവൻ്റെ യജമാനന് 1 മുണ്ടും 2 മാസവും. ഈ സാമ്പത്തികമായി നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്ന് തിരുമേനി പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം, ഇപ്പോഴത്തെ തീരുമാനമുണ്ടല്ലോ, അത് നമ്മളെ പുറകോട്ടടിക്കുന്നുണ്ടോ? അത് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുമോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ പറയുന്നത് മനസ്സിലായി? അതായത് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ തന്നെ നമുക്ക് 2000 രൂപയുടെ ഇടപാട് എനിക്ക് ഒരു ദിവസം എന്താ മനസ്സിലായി. ഇതിൻ്റെ ഭക്ഷണത്തിന് ഒരു ദിവസം എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും കൂടെ 2000 രൂപ വേണ്ട. അപ്പം ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചാൽ ഈ 2000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച്, അതായത് ഇന്നത്തേക്കുള്ളത് വാങ്ങിച്ചാൽ നാളെയും ചന്തയുള്ളതുകൊണ്ട് വാങ്ങിക്കാം. ഇത് പക്ഷേങ്കിൽ ഈ 2000 രൂപ എല്ലാ ദിവസവും കൊടുക്കുമ്പം അങ്ങനെ പരിഹരിക്കാത്ത എനിക്ക് വലിയ പണം ചിലവഴിക്കാമെന്ന് പറയാം. ഒരു മാസം എല്ലാം കൂടെ ഒരുപോലെ ചിലവാകുന്നുള്ളൂ. പക്ഷേ 2000 രൂപ ഒരുമിച്ച് ഒരു സാധനം വാങ്ങിക്കുന്നത്, അതാണ്. അങ്ങനെ ഈ 2000 രൂപ സംസ്കാരത്തോടെ ഞാൻ ഇതുവരെ അങ്ങോട്ട് ചേർന്നില്ല. 500 രൂപ സംസാരത്തിലാണ് ഇപ്പോഴും കിടക്കുന്നത്. മാറുമായിരിക്കും.
തിരുമേനി ഒരിക്കൽ നരേന്ദ്രമോദിയെ കണ്ടു, പ്രധാനമന്ത്രിയെ ഒരിക്കൽ പോയി കണ്ടു. ഇനി ഈ വക കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാനായിട്ട് ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? അത് പിന്നെ അങ്ങനെ ഇത് മാറ്റി തന്നതിൻ്റെ കാര്യം അതിപ്പോൾ ശരിക്കും ഓർക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു തിരുമേനിക്ക് എന്നാ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, എല്ലാ മനുഷ്യനും അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കണം ഈ ഇന്ത്യയിൽ. അതായത് ഭക്ഷണം, വായു, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പം പാർപ്പിടം അതൊക്കെ സാധ്യമാണെന്നാണ് എൻ്റെ കാര്യം. നമ്മളെല്ലാം കൂടെ വിചാരിച്ചത്. അപ്പം ഈ തീരുമാനം ഭാവിയിൽ ഒരു ഫലം ചെയ്യുമല്ലേ എന്ന് പറയുന്നത് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ള അറിവില്ല. മനസ്സിലായ ചിലർ പറയുന്ന പോകുമെന്ന്, ചിലർ പറയും. നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ എഴുതിയൊരു പുസ്തകം ഞാൻ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ 10 പുസ്തകം ഞാൻ കൊടുത്തയക്കാം. പുള്ളി എനിക്ക് എന്നെ മനസ്സിലാക്കി നല്ലതായിട്ട് അറിയുന്ന ആളാണ്. അതുകൊണ്ട് കിട്ടിയില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പം അതിൻ്റെ വായിച്ച് മനസ്സിലാക്കാനിരിക്കുക. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലുള്ള ഈ കള്ളപ്പണക്കാരെയൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയല്ലേ പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനം വന്നത്? എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ വായിച്ചു. ചിലർ പറയുന്നു ഒന്നും നടന്നില്ല, ചിലർ പറയുന്നു വളരെ കള്ളപ്പണം പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയും. എനിക്കുള്ളത് എല്ലാവർക്കും അവർക്ക് ആവശ്യമായത് അവരാഗ്രഹിക്കുന്നതല്ല. ഈ പണം കൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്താനൊക്കെ, എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ തക്കവണ്ണം കിട്ടും. അടിസ്ഥാന ആവശ്യങ്ങൾ അത് നിറവേറും. ഈ പ്രധാനമന്ത്രി സഭാ മേലധ്യക്ഷന്മാരോടും പ്രത്യേകിച്ച് സന്യാസി വര്യന്മാരോടുമൊക്കെ വളരെ വളരെ സ്നേഹപൂർവമായ ഒരു പെരുമാറ്റമല്ലേ, സമീപനമല്ലേ കാണിച്ചിട്ടുള്ളത്? എന്നോടാണ് ഞാൻ മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഞാൻ എഴുതി, എനിക്ക് ബലഹീനനാണ്, നടക്കാൻ പ്രയാസമുണ്ട്, എൻ്റെ ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ നടക്കാൻ എഴുന്നേക്കാനിരിക്കുക, മറ്റുള്ളവർക്ക് പരിചയമില്ല, അവനെ കൊണ്ടുവന്നു. അവനോടൊരു പെർമിറ്റൊക്കെ തന്നു. എന്നാൽ ഞാൻ ഇറങ്ങിയപ്പം മുതൽ പുള്ളി എന്നെ കൈക്ക് പിടിച്ച് അവനെന്നെ തൊടാൻ ഒത്തില്ല. അതെ, ആ കൈയുടെ പിടുത്തത്തിൽ എന്നെ ആക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിലായി ഞാൻ. മനസ്സിലായില്ല? അതെ, ആ പിടുത്തം അദ്ദേഹത്തോട് എന്നെ വളരെ അടുപ്പിച്ചു. അതിൻ്റെ ആ പുറകിൽ അങ്ങനെ മനുഷ്യനോട് ഇടപെടുന്നത് എങ്ങനെയാണ്, അവനെ കൈക്കീഴിലാക്കുന്നത് എങ്ങനെയാണ്, ആ വിദ്യയൊക്കെ അദ്ദേഹത്തിന് നല്ലതായിട്ട് അറിയാം.